അന്നും ഇന്നും എന്നും BJPയുടെ ഒറ്റ നയമേ ഉള്ളൂ, മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല. ഞങ്ങൾ ഈ പറയുന്ന രീതിയിൽ പറയാൻ ഇവിടുത്തെ കോൺഗ്രസോ CPMോ തയ്യാറാകുന്നില്ല, ഒളിച്ചു കളിക്കുന്നു. ഇപ്പോഴും CPM നടത്തിയിട്ടുള്ള, പിണറായി സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ കേരള ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ ലഭിക്കുവാൻ വേണ്ട ഒത്താശ വഖഫ് സംരക്ഷണ സമിതിക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, ആ കള്ളക്കളി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ, ഇപ്പോഴത്തെ അവസ്ഥയിൽ സംസ്ഥാന സർക്കാരാണ് ആ വിഷയത്തിൽ കക്ഷിയായിട്ടുള്ളൂ. കേന്ദ്ര സർക്കാർ ആ കേസിൽ കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇംപ്ലീഡ് ചെയ്ത് ആ കേസിൽ കക്ഷി ചേരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെട്ട വിവരം കൂടി നിങ്ങളെ അറിയിക്കുന്നു. ക്രെഡിറ്റ് ആർക്കുമില്ല. ആർക്കെന്തിനാ ക്രെഡിറ്റ് കൊടുക്കുന്നത്? ഒരു ക്രെഡിറ്റുമില്ല. ആ ജനതയ്ക്ക് നീതിയാണ് കിട്ടുന്നത്, ആരുടെ ക്രെഡിറ്റ് ഒന്നുമില്ല. അവിടെ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിനാണ്. കാരണം ആ ജനതയ്ക്ക് നീതി ലഭിക്കണമെന്ന് തുടക്കം മുതലേ പറയുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യും. ഇന്ന് ഇതിന് എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടുക എന്നുള്ളതാണല്ലോ. കാരണം അവർക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനെ വഖഫ് ഭൂമിയാക്കിയ നിയമം ഇന്ന് നിലവിലില്ല. പിന്നെ ഹൗ ടു ഇംപ്ലിമെൻറ്റ് റൂൾസ് വരാനിരിക്കും. സ്വാഭാവികമായിട്ടും റൂൾസിന് കാലതാമസം എടുക്കും. സുപ്രീം കോടതിയിൽ കേസ് പെൻഡിംഗ് ഉണ്ട്. ഈ മുസ്ലിം ലീഗ് കൊടുത്ത കേസാണ്, ഇന്ത്യ മുന്നണി കൊടുത്ത കേസാണ് വഖഫ് നിയമത്തിനെതിരെ പെൻഡിംഗ് നിൽക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് അവർക്ക് നീതി ലഭിക്കണം. അതിന് ഇപ്പോഴത്തെ കോടതി വിധികൾ കാരണമായി. ഏറ്റവും രസമെന്ന് പറയുന്നത് ഭൂസംരക്ഷണ സമിതിയുടെ ആരും ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നലെ കൃഷ്ണുണ്ണി സാറാണ് അവിടെ, സെബാസ്റ്റിന് വേണ്ടി ഹാജരായ കൃഷ്ണുണ്ണി സാറാണ് ഇന്നലെ അവിടെ വാദം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ മുനമ്പം ജനതയ്ക്ക് നീതി ലഭിക്കാൻ കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ നിലപാടുണ്ടായി. സർക്കാർ പെട്ടുപോയി. പക്ഷേ ഈ സർക്കാർ ഞാൻ ഇപ്പോഴും പറയുന്നു, സ്റ്റിൽ അതിനകത്ത് കള്ളത്തരം കാണിക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്നും വഖഫ് സംരക്ഷണ സമിതിക്ക് അനുകൂലമായി കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് സ്റ്റേ കിട്ടാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഇന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു, എന്താ, ഞാനത് വഖഫാണെന്നും പറയുന്നില്ല, വഖഫ് അല്ലെന്നും പറയുന്നില്ല. കോടതി പറഞ്ഞത് ശരിവെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ? കോടതി പറഞ്ഞല്ലോ അത് വഖഫല്ല. ഇപ്പം ഇന്ന് ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമപ്രകാരം അത് വഖഫല്ല. എന്നാൽ ഇത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെന്താ ബുദ്ധിമുട്ട്? അത് പറയാതിരിക്കാൻ കഴിയില്ല. വേറൊന്നുമല്ല, അവിടെ ആരാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ നേതാക്കളെയും കേസ് കൊടുത്തവരുടെ പേര് ഒന്ന് വായിച്ചാൽ അവരുടെ പുറകിലുള്ള PFI ബന്ധം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പഴയകാല PFIയുടെയും ഇപ്പോഴത്തെ SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളാണ് ഈ വഖഫ് സംരക്ഷണ സമിതി. കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? സമസ്ത പോലും പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആ വിഷയം കൂടെ പറയുകയാണ്. സമസ്ത എടുത്തുന്നത് നമുക്ക് പല കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും സമസ്തയുടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികളെ ഒഴിവാക്കി നിർത്തണമെന്നുള്ള സമസ്തയുടെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യവിരുദ്ധ ശക്തികളെ, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ശക്തികളെ ഒഴിവാക്കി നിർത്തണമെന്ന് സമസ്തയുടെ അഭിപ്രായത്തോട് BJP 100% യോജിക്കുകയാണ്. ആ കാര്യത്തിൽ ആ അഭിപ്രായത്തെ BJP സ്വാഗതം ചെയ്യുന്നു. സമസ്തയുമായി പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അവരെടുത്ത നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അവരെല്ലാം എതിർക്കുന്ന കക്ഷികൾ തന്നെയാണ് ഇവർ അനുകൂലിക്കുന്നത്. VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ നടക്കുകയാണ്. പിണറായി വിജയൻ PDPയുടെ പുറകെ നടക്കുകയാണ്. ഞാൻ താമസിക്കുന്ന എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ PDPയുടെ ജില്ലാ പ്രസിഡന്റ് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ താമസിക്കുന്ന എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ജമാഅത്തെ ഇസ്ലാമിയുടെ 3-ാം വാർഡിലും 13-ാം വാർഡിലും 2 സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നു. വെൽഫെയർ പാർട്ടി പരസ്യമായ ബന്ധമാണ്. UDF സ്ഥാനാർത്ഥിയെന്നും LDF സ്ഥാനാർത്ഥിയെന്നും അടിച്ചേക്കുന്നത്. അതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടരുത്. കേരളത്തിൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മത തീവ്രവാദ സംഘടനകൾ, ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. തീവ്രവാദ സംഘടനകൾ, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനകൾ
ഇത് രാജ്യവിരുദ്ധ സംഘടനകളാണ്. യഥാർത്ഥത്തിൽ CPM-ഉം കോൺഗ്രസും ഈ വിഷയത്തിൽ നടത്തുന്ന ഈ നിലപാടുകൾ രാജ്യവിരുദ്ധ സമീപനമാണ് കോൺഗ്രസും CPM-ഉം കൈക്കൊള്ളുന്നത്.